പ്ലസ് വണ്ണിലുള്ള മക്കളെല്ലാവരും ഏകദേശം ഒരു പ്ലസ് വണ്ണിനെ മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ടാകും. പ്ലസ് വണ്ണിൽ നിങ്ങൾക്ക് ഏതൊക്കെ ചാപ്റ്റേഴ്സ് ഉണ്ട്, എങ്ങനത്തെയൊക്കെ ചാപ്റ്റേഴ്സ് ആണ് എന്നൊക്കെ നിങ്ങൾ അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ടാവും. ഇപ്പം നിങ്ങൾ സ്റ്റാർട്ടിങ്ങിലുണ്ടായിരുന്ന നിങ്ങളെയും ഇപ്പോൾ ഉള്ള നിങ്ങളെയും ഒന്ന് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? എങ്ങനെയുണ്ട് നിങ്ങളുടെ പ്ലസ് വൺ ലൈഫ് എന്ന് ചോദിക്കുമ്പോൾ പല ആൾക്കാരും പറയുന്നത് മിസ് അടിപൊളിയാണ്, വിചാരിച്ചതുപോലെ അല്ല, അല്ലേ, ആദ്യം കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് തോന്നിയെങ്കിലും ഇപ്പം ഞങ്ങൾ ആ ഒരു ട്രാക്കിലേക്ക് വന്നിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു ഫസ്റ്റ് കാറ്റഗറി ഉണ്ടാവും. സെക്കൻഡ് കാറ്റഗറിനെ സംബന്ധിച്ചിടത്തോളം അന്ന് ഭയങ്കര ടഫായിരുന്നു, ഇന്ന് അതിനേക്കാൾ ടഫായിട്ടാണ് തോന്നുന്നത്. ചാപ്റ്റേഴ്സ് ഒക്കെ കൂടിയാണ് വരുന്നത്, അതിനകത്തുള്ള കണ്ടന്റും കുറേ പുതിയ ടേംസും എല്ലാം ഞങ്ങളെ പ്രശ്നത്തിലേക്ക് ആക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്ന ഒരു സെക്കൻഡ് കാറ്റഗറി ഉണ്ടാവും. ഇതിൽ ഏത് കാറ്റഗറിയിലാണ് നിങ്ങൾ വരുന്നത് എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ ഇനി പറയുകയാണെങ്കിൽ മിസ് പറയുന്നത് നിങ്ങൾ ഈ ഫസ്റ്റ് കാറ്റഗറിയിലുള്ള ആൾക്കാരാണെങ്കിൽ, അതായത് ആദ്യം ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ഇപ്പോൾ ഒരു ട്രാക്കിലേക്ക് കയറി എന്ന് പറയുന്ന ആൾക്കാർ മിക്കവാറും നമ്മൾ എക്സാമിനറിൻ്റെ അഗ്നി ബാച്ചിലോ വേറെ ഏതെങ്കിലും ബാച്ചുകളിലൊക്കെ ആയിട്ടോ നിങ്ങൾ പഠിക്കുന്നുണ്ടാവും, അല്ലേ. സ്റ്റാർട്ടിങ്ങിൽ പ്രശ്നം ഉണ്ടായിരുന്നു, ആ പ്രശ്നം നിങ്ങൾക്ക് എങ്ങനെയും ഒഴിവാക്കണം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ പഠിച്ച ആൾക്കാരായിരിക്കും. രണ്ടാമത്തെ കാറ്റഗറിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പ്രശ്നമാണ് എന്ന് ആദ്യം കരുതി ഇപ്പോഴും അതേ കരുതൽ നിങ്ങളുടെ ഉള്ളിലുണ്ടാവും. പക്ഷെ ഇപ്പം നമ്മളെ ഒന്നിങ്ങനെ സ്റ്റക്കാക്കി നിർത്തുന്ന ഒരു സാധനമാണ് ഈ ഒരു എക്സാം. ഈ എക്സാമിന് നമ്മൾ എന്ത് ചെയ്യും? ഇത്രയും കാലം നമ്മൾ പഠിക്കാത്തതൊന്നും ആരും അറിഞ്ഞിട്ടില്ല, അല്ലേ. പഠിച്ചാലും പഠിച്ചില്ലെങ്കിൽ അത് ആർക്കും എങ്ങനെയാണ് മനസ്സിലാവാം. പക്ഷെ അത് ഇവാലുവേറ്റ് ചെയ്യാൻ പോകുന്ന, നിങ്ങൾ ഫസ്റ്റ് എഴുതാൻ പോകുന്ന ഒരു എക്സാമാണ് നിങ്ങളുടെ ഓണം എക്സാം. അപ്പോൾ ഓണം എക്സാമിന് മാർക്ക് കുറയുമ്പം യെസ് മനസ്സിലാകും നമ്മൾ പഠിച്ചിട്ടില്ല. നമ്മൾക്ക് തന്നെ ഒരു ഡിമോട്ടിവേഷൻ ആയിരിക്കും. വേറെ ആരെയും കാണിച്ചിട്ടില്ലെങ്കിലും നമ്മൾ തന്നെ ചിന്തിക്കും, എനിക്ക് ഒരു ക്വസ്റ്റ്യനും അറിയുന്നില്ലല്ലോ, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് അതിലൊന്നിലും എനിക്ക് എഴുതാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറയുന്നത് നമുക്ക് തന്നെ ഒരു ഡിമോട്ടിവേഷൻ ആയിരിക്കും, അല്ലേ. അപ്പോൾ ഇനി എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾക്ക് ഒന്നുകിൽ നിങ്ങളുടെ മുന്നിലുള്ള ഇപ്പോൾ ഉള്ള ഒരു ബെസ്റ്റ് കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴെങ്കിലും പഠിച്ചു തുടങ്ങണം, അല്ലേ. ഇനിയെങ്കിലും പഠിച്ചു തുടങ്ങിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? അപ്പം നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആയിരിക്കും നമ്മളുടെ എക്സാമിനറിൻ്റെ അഗ്നി ബാച്ച്. അതിപ്പം മിസ് എന്തുകൊണ്ട് എക്സ്ട്രാ പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ എക്സാമിനറിൻ്റെ അഗ്നി ബാച്ചിൻ്റെ ഫീ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 4999 ആണ്. പക്ഷേ ജൂലൈ 31 വരെ നമ്മൾ എക്സാമിനറിൻ്റെ അഗ്നി ബാച്ചിൽ നമ്മളൊരു ഓഫർ കൊടുക്കുകയാണ്. അതായത് ജൂലൈ 31 നിങ്ങൾ ബാച്ചിൽ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 1000 rupees റിഡക്ഷൻ ഉണ്ടാകും. അതായത് 3999 നിങ്ങൾക്ക് നമ്മളുടെ എക്സാമിനറിൻ്റെ അഗ്നി ബാച്ചിൽ ജോയിൻ ചെയ്യാം. ഇത് നമ്മൾ ഓണം എക്സാം ഒക്കെ വരാൻ പോകുന്നത് കൊണ്ടുള്ള ഒരു സ്പെഷ്യൽ ഓഫറാണ്. ജൂലൈ 31 വരെ മാത്രമേ ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 3999 നമ്മളുടെ എക്സാമിനറിൻ്റെ അഗ്നി ബാച്ചിൽ അഡ്മിഷൻ എടുക്കാം. ഇത് കൂടാതെ നിങ്ങൾക്ക് മറ്റൊരു അഡ്വാൻറ്റേജ് കൂടി ഉള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ നെക്സ്റ്റ് വീക്ക് ഓൺവേർഡ്സ്, അതായത് ജൂലൈ 28 മുതൽ നമ്മളുടെ എക്സാമിനറിൻ്റെ അഗ്നി ബാച്ചിൽ നമ്മൾ ഓണം എക്സാം സിലബസിൻ്റെ കംപ്ലീറ്റ് ചാപ്റ്റേഴ്സിൻ്റെ ഷോർട്ട് നോട്ട് ലൈവ് മാരത്തൺ ക്ലാസ്സുകൾ പോവാണ്. ഓക്കെ, അതായത് നിങ്ങൾക്ക് മിസ് ചാപ്റ്റേഴ്സ് ഒന്നും ഇനിയിപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് കുറച്ച് സമയം കൊണ്ട് പഠിച്ചെടുക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പെർഫെക്റ്റ് സൊല്യൂഷൻ ആയിരിക്കും നമ്മുടെ ഷോർട്ട് നോട്ട് ലൈവ് ക്ലാസ്സുകൾ. അപ്പോൾ കുറച്ച് സമയം കൊണ്ട് കംപ്ലീറ്റ് ചാപ്റ്റേഴ്സ് വിത്ത് ഷോർട്ട് നോട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അത് ജൂലൈ 28 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ജൂലൈ 28 മുൻപ് നിങ്ങൾ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ 2 കാര്യങ്ങൾ, നിങ്ങൾക്ക് വരാൻ പോകുന്ന ഷോർട്ട് നോട്ട് ലൈവ് ക്ലാസ്സുകൾ ലൈവായിട്ട് അറ്റൻഡ് ചെയ്യാം. രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് ഫീസിൽ റിഡക്ഷൻ ഉണ്ടാവും. ഇത് ജൂലൈ 31 വരെ മാത്രമായിരിക്കും. അപ്പോൾ താല്പര്യം മക്കള് എന്ത് ചെയ്യാതിരിക്കുക, മിസ് ചെയ്യാതിരിക്കുക. അപ്പം നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കേണ്ട, മിസ് അപ്പോൾ ഇത് ജൂലൈ 31 കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതല്ല ഞങ്ങൾ ഓണം എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഈ ഓഫർ മാറി കിട്ടുമോ, ഞങ്ങൾക്ക് ഇത് പോയി പോവോ? ഒരിക്കലും ഇല്ല. നിങ്ങൾ നമ്മളുടെ ബാച്ചിൽ അഡ്മിഷൻ എടുക്കുന്നു, നിങ്ങൾക്ക് അതിനുശേഷമുള്ള ലൈവ് ക്ലാസ്സുകൾ, നിങ്ങൾക്കറിയാം നമ്മളുടെ എക്സാമിനറിൻ്റെ അഗ്നി ബാച്ചിലെ ലൈവ് ക്ലാസ്സുകളാണ്. കംപ്ലീറ്റ് ലൈവ് ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാകും, നോട്ട്സ് കിട്ടുന്നുണ്ടാവും, വർക്ക്ഷീറ്റ് കിട്ടുന്നുണ്ടാവും, എക്സാംസ് കിട്ടുന്നുണ്ടാവും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. നമ്മുടെ അഗ്നി ബാച്ചിൻ്റെ എല്ലാ ഫീച്ചേഴ്സും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. അപ്പോൾ ഇത്രയും കാലം ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പറ്റിയില്ല, മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന മക്കളാണെങ്കിൽ ബെസ്റ്റ് ടൈമാണ്. ഫീസ് റിഡക്ഷനും ഉണ്ട് ജൂലൈ 31 വരെ. അത് മാത്രമല്ല, നമ്മൾ ഷോർട്ട് നോട്ട് ലൈവ് മാരത്തൺ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാണ് ജൂലൈ 20 ഓൺവേർഡ്സ്. താല്പര്യമുള്ള മക്കളാണെങ്കിൽ ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യാതെ വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക. അത് മാത്രമല്ല, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്, ഓൾ ദി വെരി ബെസ്റ്റ്. നമുക്കിനി നെക്സ്റ്റ് നമ്മുടെ ബാച്ചിലെ ലൈവ് ക്ലാസ്സിൽ കാണാം.